ഹലോ ഹായ് ഗൈസ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ത്യൻ 2 ട്രെയിലർ എത്തിയിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ഒരുപാട് പേര് കണ്ടു കാണും. ഈ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഇത് ഇന്ത്യൻ എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ട് 1996 ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് നല്ല ഡിലേ ആയിട്ടാണ് ഇപ്പോൾ സെക്കൻഡ് പാർട്ട് വന്നേക്കുന്നത്. അത് തന്നെ അതിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ എക്സ്റ്റൻഷൻ കൊണ്ടുവന്ന് തന്നെ ഇത്രയും ഡിലേ ആയത് എന്താണെന്നുള്ളൊരു ഡൗട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ട്രെയിലറിനകത്ത് കാണിക്കുന്നത് കമൽഹാസൻ്റെ ഇന്ത്യൻ ക്യാരക്ടർ ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ആളായിട്ടാണ്. പിന്നെ ആസ് യൂഷ്വൽ എല്ലാ തമിഴ് തെലുങ്ക് പടങ്ങളിലുള്ള ഫോർമാറ്റാണ് സ്കാംസ്. അത് എഡ്യൂക്കേഷനിലോ അല്ലെങ്കിൽ ചിലപ്പോൾ കർഷകരുടെ സമരം അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സാറിന് വരാറുണ്ട്. ഇതിലെന്തായാലും ഇത് കണ്ടിട്ട് ഒരു എഡ്യൂക്കേഷണൽ സ്കാം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് എൻ്റെ ട്രെയിലറിൻ്റെ മൊത്തം ഉള്ള ഒരു ഡ്യൂറേഷൻ 2 മിനിറ്റ് 48 സെക്കൻഡ് എന്നാണ്. ഓവറോൾ ട്രെയിലറിനെ പറ്റി നോക്കുകയാണെങ്കിൽ കൊള്ളാം, നല്ല കട്ട്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. BGM ഒക്കെ നല്ല രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ട്രെയിലർ കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ഇന്ത്യൻ ഉണ്ടല്ലോ, ആ ഇന്ത്യൻ്റെ ഒരു ഫീല് നഷ്ടപ്പെടുന്ന പോലെ എനിക്ക് പലരും തോന്നി. ഇതിൽ പ്രധാന വില്ലനായിട്ട് ഒരു പകുതിക്ക് ശേഷം, ട്രെയിലറിൻ്റെ തന്നെ പകുതിക്ക് ശേഷം കാണിക്കുന്നത് S.J. സൂര്യയാണ്. S.J. സൂര്യയായിരിക്കും മെയിൻ വില്ലനായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിൻ്റെ നെടുമുടി വേണു, അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ അഭിനയിച്ചൊരു പടമാണ്. അവസാന കാലഘട്ടം എന്ന് എനിക്ക് തോന്നുന്നു ഇതാണ് അവസാനമായിട്ട് അഭിനയിച്ച പടം എന്ന് തോന്നുന്നു. കമൽഹാസൻ തന്നെ ഏതൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ഇത് അഭിനയിച്ച കുറച്ച് ഷോട്ടുകൾ വേറൊരു ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ വേറെ ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു. അത് എത്രത്തോളം ഉണ്ടെന്നും അതെങ്ങനെയാണ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് സിനിമ കണ്ടിട്ടേ അറിയുള്ളൂ. എനിക്ക് തോന്നി മറ്റൊരു പ്രധാനപ്പെട്ട ഡൗട്ട് അല്ലെങ്കിൽ അതിനൊരു ക്ലാരിറ്റി കുറവ് വന്നിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ക്യാരക്ടർ ഉണ്ടല്ലോ, സേനാപതി എന്ന് പറയുന്ന ഇന്ത്യൻ എന്ന് പറയുന്ന കമൽഹാസൻ്റെ ക്യാരക്ടർ, അത് ഇന്ത്യൻ ഫസ്റ്റിനകത്ത് തന്നെ അദ്ദേഹത്തിന് ഏകദേശം ഒരു 60-70 വയസ്സുണ്ടാവും. കാരണം സുഭാഷ് ചന്ദ്രബോസിൻ്റെ INA മെമ്പറായിരുന്നു എന്ന് പറയുന്നുണ്ട്, സമര നായകനായിരുന്നു എന്ന് പറയുന്നുണ്ട്. 96 ഇറങ്ങിയ പടത്തിൽ തന്നെ ഏകദേശം 60 അല്ലെങ്കിൽ 70 വർഷത്തെ പ്രായമുണ്ട്. ഇനി അത് 50 കൂട്ടി 50 എന്തായാലും ആകത്തില്ല. കാരണം സുഭാഷ് ചന്ദ്രബോസിൻ്റെ INA എന്ന് പറയുന്നത് 1947 മുമ്പുള്ളതാണ്. അത് ലോജിക്കലി അല്ല ഞാൻ ഈ പറയുന്നത്. ബട്ട് എന്നാലും നമ്മൾ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഹിസ്റ്ററി എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ഇത്രയും നല്ല ഹിറ്റായിട്ടുള്ള പടം, അത്രയും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടൊരു ക്യാരക്ടർ, അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എന്നുള്ള ലെവലിൽ നോക്കി മാത്രമേ ഉള്ളൂ. അതിനകത്ത് തന്നെ ചില പോർഷൻസിൽ കാണിക്കുന്നുണ്ട്, ഇന്ത്യൻ ഫസ്റ്റിൽ തന്നെ കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നടപ്പ് രീതിയും കാര്യങ്ങളൊക്കെ. അതിന് അത്രയധികം പ്രായമുള്ള ആളെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം 96 ഇറങ്ങിയ പടത്തിന് ശേഷം കുറേ 30 വർഷത്തിനടുത്ത്, ഇപ്പോൾ ഇത് 24 26 30 വർഷവും ആ ഫസ്റ്റ് ഇറങ്ങിയിട്ട്. അപ്പോൾ പ്രായത്തിൻ്റെ വ്യത്യാസം എന്തായാലും കാണിക്കുമല്ലോ. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഒരു 95-100 വയസ്സെങ്കിലും കാണില്ലേ ഈ പറയുന്ന ക്യാരക്ടറിന്. ആ ക്യാരക്ടറിനെ വെച്ച് കാണിക്കാൻ പറ്റുന്ന ആക്ഷൻസ്, ഇതിനകത്ത് ആക്ഷൻ്റെ നിങ്ങൾ കാണിക്കുന്നുണ്ട്, ബോഡി ഷോ കാണിക്കുന്നുണ്ട്. അത് കുറച്ച് കൂടുതലായി പോയി എന്നുള്ള അഭിപ്രായം എന്തായാലും ഉണ്ട് എനിക്ക്. എന്തായാലും ഞാൻ ഈ പടം കാണും. കാരണം ഇതിനകത്ത് S.J. സൂര്യ എന്ന് പറയുന്ന ആളെ പ്രത്യേകിച്ച് പറയണ്ടില്ല. S.J. സൂര്യയുടെ ഒരു അഭിനയം എന്ന് പറയുന്നത് കിടിലമാണ്. സോ അതിന് വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ ഈ പടം കാണും. S.J. സൂര്യ എന്ന് പറയുന്ന ആൾ വില്ലനായാലും ഒരു ക്യാരക്ടർ റോൾ ചെയ്താലും അദ്ദേഹത്തിൻ്റെ ഒരു വൈബ്, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈല് വേറെയാണ്. അത് അദ്ദേഹത്തിൻ്റെ പടങ്ങൾ, S.J. സൂര്യയുടെ പടങ്ങൾ കണ്ടവർക്ക് പലർക്കും മനസ്സിലാവും. ഈ പറഞ്ഞ പോലെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഏതായാലും അടുത്ത മാസത്തേക്ക് റിലീസ് പറഞ്ഞേക്കുന്ന പടമാണ്. പടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം.